എന്ന് വെച്ചാൽ ഞാനാണെന്നുണ്ടെങ്കിൽ ഡോക്ടറോട് ഡോക്ടർ ഇത് എന്താ ചെയ്യും, അപ്പം ഇത് ഈ അസുഖം വരുന്നതെന്ന് പറഞ്ഞാൽ 1000-ൽ 1 or 2 പേർക്കേ വരുത്തുള്ളൂ ഈ അസുഖം. അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു, മോളെ ഒരു 6 ആഴ്ചത്തേക്ക് നമുക്ക് ടാബ്ലറ്റ് കഴിച്ചിട്ട് നോക്കാം, എന്നിട്ട് കുറവില്ലെങ്കിൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അവന് മെഡിസിനൊക്കെ മേടിച്ച് വെച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോന്നു കഴിഞ്ഞേച്ച് ഒരിടത്ത് മാത്രം റെഫറൽ വേണ്ട, വേറെ എവിടത്തേലും ഒന്നും കൂടെ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, വേറെ അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റൽ പത്തനംതിട്ടയിൽ നമ്മൾ കൊണ്ടുപോയപ്പോൾ അവിടുത്തെ ഡോക്ടർ ഇവൻ എൻ്റെ അടുത്തിരിക്കുക, അമ്മ അപ്പുറത്തിരിക്കുക. എൻ്റെ അമ്മയാണെങ്കിൽ ഹാർട്ട് പേഷ്യൻ്റ്, അപ്പോൾ ആൾക്ക് ഒരുപാട് വിഷമമൊന്നും പറ്റത്തില്ല. അമ്മ അപ്പുറത്തിരിക്കുക, അപ്പനാണെന്നുണ്ടെങ്കിൽ വെളിയിൽ നിൽക്കുക, ആൾക്കിതൊന്നും കേൾക്കാൻ വയ്യാത്തതുകൊണ്ട് ആൾ വെളിയിൽ നിൽക്കുക വിഷമിച്ച്. ഡോക്ടർ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇവൻ ഇരിക്കെ എന്നോട് പറയാം, ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഈ വ്യക്തി ഇനി എണീക്കത്തില്ല, ഒന്നെങ്കിൽ കോമയിലായിപ്പോവും, അല്ലെങ്കിൽ ശരീരം മൊത്തം തളർന്നു പോകും, അല്ലെങ്കിൽ 1% പോലും ഞങ്ങൾക്ക് ചാൻസില്ല ഇവൻ രക്ഷപ്പെടുമെന്ന്, ഒരു ചാൻസും ഇല്ല എന്ന് പറഞ്ഞു. അതായത് ഫാക്റ്റായിട്ടുള്ള കാര്യം ഡോക്ടർ നമ്മളോട് വെട്ടി തുറന്ന് പറഞ്ഞു എന്നുള്ളതാണ് സത്യം. എന്ന് വെച്ചാൽ എനിക്ക് ഇവനും കേട്ടുപോയി, ഇവനും വല്ലാണ്ടായിപ്പോയി, അമ്മയായിപ്പോൾ കൊണ്ടുപോയല്ലോ എന്നായിപ്പോയി. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഇനി എങ്ങും കൊണ്ടുപോകണ്ട, കാരണം ന്യൂറോയിൽ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ അതെന്ന് വിചാരിച്ച് ഞങ്ങൾ 6 ആഴ്ച ഇവന് മരുന്ന് കൊടുത്തേച്ച് ഞാൻ ആ സമയത്ത് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഡേ ബൈ ഡേ ഇവൻ നടക്കുന്നതും ഇവന് ശ്രദ്ധയില്ല, ഇവന് ഓർമ്മയില്ല, ഒന്നുമില്ല. അപ്പോൾ ഡേ ബൈ ഡേ ഇവൻ്റെ കണ്ടീഷൻ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുക, എൻ്റെ മാതാവേ, ഇനി എൻ്റെ ഭാഗത്തുള്ള എന്തെങ്കിലും തെറ്റുകൊണ്ടാണോ, ഞാൻ ഇനി ഇതെടുക്കാൻ യോഗ്യയില്ലാത്തതുകൊണ്ടാണോ എൻ്റെ അനിയനെ ഇങ്ങനെ ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവന്നത്?